പത്മജ വേണുഗോപാൽ BJP-യിലേക്ക്, മുരളീധരൻ തൃശ്ശൂരിലേക്ക്. ഇതാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ഒരു വലിയ രേഖ വന്നിരിക്കുന്നത്. കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന, കേരളം ആദ്യത്തെ മണിക്കൂറിൽ ചർച്ച ചെയ്ത പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് എന്നുള്ളതായിരുന്നു. കരുണാകരന്റെ മകളാണ്. അതെ, ഈ പറയുന്ന പോലെ മുരളീധരനേക്കാൾ കൂടുതൽ കരുണാകരനോടൊപ്പം നിൽക്കുന്ന ആള് പത്മജ എന്നുള്ള ഒരു പേരുണ്ട്. സ്ഥാനമാനങ്ങളൊന്നും കിട്ടിയില്ല. KPCC പ്രസിഡന്റ് ഒക്കെ മുരളീധരനെ പോലെ ആയിട്ടൊന്നുമില്ലെങ്കിലും രാഷ്ട്രീയ ഒരു കണ്ടു വളർന്ന സ്ത്രീയാണ്. അപ്പൊ അതിന്റെ വ്യത്യാസം ഉണ്ടാവും. ഇവര് BJP-യിലേക്ക് എത്തിയപ്പോൾ കോൺഗ്രസിൽ നിന്നുള്ള ആദ്യത്തെ പ്രതികരണം മുരളീധരൻ തന്നെയായിരുന്നു. വർക്ക് അറ്റ് ഹോമുകാർക്ക് ഇത്രയും കൊടുത്താൽ മതി എന്നുള്ള രീതിയിലൊക്കെ വിളിച്ചു നോക്കാൻ നോക്കിയപ്പോഴേ മുരളീധരൻ വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. ഇന്നലെ നമ്മൾ രണ്ടാമത്തെ സർപ്രൈസും കൂടെ ഉണ്ടായി. മുരളീധരൻ തൃശ്ശൂർ വന്നു. അത് അർദ്ധരാത്രി ആയപ്പോൾ മുരളീധരൻ തൃശ്ശൂരിലേക്ക് പ്ലേസ് ചെയ്യുന്നു. അതെ, വടകരയിൽ നിന്ന് മുരളീധരനെ ഇവിടെ നിൽക്കുന്നു. നിയമസഭാ സ്നേഹിയായിട്ട് മാത്രം പ്രവർത്തിക്കുന്ന അവിടുത്തെ ഇപ്പോഴത്തെ MP പ്രതാപന് മാറ്റി നിർത്തിയിട്ട് അദ്ദേഹം നിയമസഭയിലേക്ക് പോകുമെന്നുള്ള സ്വപ്നം കണ്ടുകൊണ്ട് മുരളീധരന് വേണ്ടി പണിയെടുക്കുന്നു. മുരളീധരൻ അവിടെ പ്രചരണത്തിന് ഇറങ്ങുമ്പോൾ ഇപ്പുറേ സുരേഷ് ഗോപി കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് വൻ പ്രചരണത്തിനെത്തുമ്പോൾ കൂടെ ഈ പറയുന്ന വർക്ക് ഫ്രം ഹോമിൽ ഉണ്ടായിരുന്ന സ്വന്തം സഹോദരി പ്രചരണത്തിനെത്തും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ത്രികോണ മത്സരം എന്ന് ആദ്യം തന്നെ ഉറപ്പിച്ച സ്ഥലമാണ് തൃശ്ശൂർ. അവിടെ ഇപ്പോ വീണ്ടും ശക്തി കൂടുകയാണ്. ഈ പൂരം പിറ്റേന്ന് വെടി എന്നൊക്കെ പറയുന്ന പോലെ പൂരം ആണ് മിക്കവാറും ആദ്യം വരുള്ളൂ. അത് കഴിഞ്ഞിട്ടായിരിക്കും തെരഞ്ഞെടുപ്പിലേക്ക് പോകുള്ളൂ. അപ്പോൾ രാഷ്ട്രീയ ചൂട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ചൂട് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഉള്ളത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാം. കാരണം ജയിക്കും എന്നുള്ളതാണ്. ഞാൻ പറയുകയാണെങ്കിൽ അവസാന സെക്കൻഡ് വരെ വോട്ടെണ്ണി കഴിയുമ്പോഴായിരിക്കും തൃശ്ശൂർ ആര് ജയിക്കും പറയാൻ പറ്റുള്ളൂ. കാരണം 3 പേർക്കും തുല്യ ചാൻസ് ഉണ്ട്. മുരളീധരനാണെങ്കിലും VS സുനിൽകുമാർ ആണെങ്കിലും സുരേഷ് ഗോപി ആണെങ്കിലും ഇപ്പോൾ അവിടെ തുല്യ സാധ്യതയുള്ളവരാ. ഈ പത്മജയെ കൊണ്ടുവന്നതിന്റെ കാരണം തൃശ്ശൂരിലുള്ള വിജയം ഉറപ്പിക്കാൻ വേണ്ടിയായിരുന്നു BJP. കാരണം കരുണാകരൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിന് കൃത്യമായി അദ്ദേഹത്തെ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന, ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ കൊണ്ടു നടക്കുന്ന കുറെ വോട്ടർമാരുള്ള സ്ഥലമാണ് തൃശ്ശൂർ. ആ വോട്ടാണ് ശരിക്കും പത്മജയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ്സുകാരൊന്നും വോട്ട് ചെയ്തിട്ടുള്ള പകരം ആ വോട്ടൊക്കെ പോയി. ആ വോട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പത്മജയ്ക്ക് ജയിക്കായിരുന്നു. ഈ ചെറിയ 1000-ന്റെ ഒരു തോൽവിയൊന്നും അവർക്ക് വരില്ലായിരുന്നു. അപ്പൊ അവര് പറയുന്നുണ്ട് അവർക്ക് വേണ്ടി വലിച്ചിട്ടുണ്ട് വോട്ട് എന്നുള്ളത് പറയുന്നുണ്ട്. അതിനുള്ള തെളിവുകളൊക്കെ അവർ കൊടുത്തിട്ടും അതൊന്നും അംഗീകരിച്ചില്ല. അതിനൊന്നും കരുണാകരന്റെ ഒരു പ്രതിമ എന്തോ വയ്ക്കണം, സ്മാരകം പണിയണം. എനിക്ക് തോന്നുന്നത്, ഞാൻ പ്രതിമ എന്ന് ആദ്യം പറയാൻ കാരണം ഈ BJP-ക്കാർക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്. നമ്മുടെ പട്ടേലിന്റെ പ്രതിമ ഒരു ഗുജറാത്തിൽ കൊണ്ടുവച്ചു. അതുപോലെ ചിലപ്പോൾ പത്മജ വേണുഗോപാലിനെ BJP-യിലേക്ക് വെച്ച് കരുണാകരന്റെ ഒരു പ്രതിമ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു സ്മാരകം കൊണ്ടുവരാനുള്ള സാധ്യതയൊക്കെ ഞാൻ കാണുന്നുണ്ട്. എന്തായാലും പത്മജ തൃശ്ശൂർ മാത്രമല്ല 20 സീറ്റുകളിലും പത്മജ വന്നതിന്റെ ഒരു ആഘാതം കോൺഗ്രസിനെ ഭയങ്കരമായി ബാധിക്കും. അതിനുള്ള പ്രചരണം ആദ്യം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ തുടങ്ങി. ഇനി അടുത്തത് ആര് BJP പോകുന്നുള്ളതാണ്. അതെ, ഇനി പത്മജ ജി വന്നു, ഇനി അടുത്ത മുരളീധരൻ ജി ആവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് വടകരയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള കാരണം വ്യക്തമായിട്ട് അദ്ദേഹം കോൺഗ്രസ് വിട്ടു പോകില്ല എന്ന് കാണിക്കാനുള്ള ഒരു കാർഡാണ്. പിന്നെ അതൊരു ന്യൂനപക്ഷ വോട്ടുകൾക്ക് സ്ഥാനമുള്ള സ്ഥലമാണ് വടകര. പിന്നെ അവിടെ ഹമാസ് ഭീകരർ എന്നൊക്കെ എഴുതി വെച്ച ശൈലജ ടീച്ചർക്കെതിരെ കുറച്ചും കൂടെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കോൺഗ്രസ് ഒരു പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് മുരളീധരന് ഇങ്ങനെ ഒരു പണി വരുന്നത്. അപ്പൊ അവിടുന്ന് മുരളീധരനെ തൃശ്ശൂർക്ക് പ്ലേസ് ചെയ്തിട്ട് വടകരയില് ഷാഫി പറമ്പിലിനെ വയ്ക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. ഷാഫി പറമ്പിൽ എത്തിയാൽ ഒരു തീപ്പൊരി മത്സരം തന്നെയായിരിക്കും വടകരയിൽ ഉണ്ടാവുക. ഒപ്പം തൃശ്ശൂര് ഈ TM പ്രതാപന് ഒരു ചീത്തപ്പേരുണ്ട്. TM പ്രതാപന് UP വരെ പോയിരുന്നു ഈ യൂസഫ് അലിയുടെ കൂടെ. അപ്പൊ ഈ യോഗി ആദിത്യനാഥിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ഒരു നിഷ്കളങ്കത ഉണ്ടാക്കിയുള്ളൊരു പുഞ്ചിരിയുണ്ട്. ഈ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. ഇത് സൈബർ സഖാക്കൾ വ്യാപകമായിട്ട് ഈ ഗുരുവായൂർ ചാവക്കാട് ഏരിയയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം പ്രതാപന് പണിയായിട്ട് നിൽക്കുന്നത്. അല്ല, പിന്നെ രാകേഷ് പറഞ്ഞ പോലെ ഇവരുടെയൊക്കെ ആഗ്രഹം നിയോജക മണ്ഡലമായിരുന്നു. കാരണം നിയമസഭാ സ്നേഹികളല്ല, പാർലമെന്റ് സ്നേഹികളല്ല. അല്ല, കാരണം അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് നിയമസഭാ മണ്ഡലം മതി എന്ന് ആദ്യം പോലെ കേൾക്കുകയും തൃശ്ശൂര് എന്ന് പറയുന്ന ലോകസഭാ മണ്ഡലത്തിനും പുള്ളി അവഗണിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ BJP-ക്കോ CPM-നോ 2 വർഷത്തിനോ കഴിഞ്ഞാൽ കൃത്യമായിട്ടും പ്രതാപം പുറകിലോട്ട് പോകും. ഇപ്പം മുരളീധരൻ വരുമ്പോൾ ചിലപ്പോൾ അതിനെന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവാം. ആ ഒരു പ്രതീക്ഷയും കോൺഗ്രസിനുണ്ട്. ഈ വട്ടിയൂർക്കാവില് BJP-യെ തോപ്പിച്ച പോലെ മുരളീധരന് തൃശ്ശൂര് BJP-യെ താഴേക്ക് ആക്കാൻ പറ്റുമോ എന്നുള്ളതാണ് വേറൊരു ചോദ്യം. അത് കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന പോലെ നമുക്കൊന്നും പറയാൻ പറ്റാത്ത വളരെ ടൈറ്റ് മത്സരമായിരിക്കും തൃശ്ശൂർ ഉണ്ടാവുക. അവസാനം വരെ അതൊരു നല്ല മത്സരമായിരിക്കും. ഇനി അവിടെ ജയിച്ചില്ലെങ്കിൽ ഈ പത്മജയെ കൊണ്ടുവന്ന് അവിടെ ജയിപ്പിക്കാൻ വേണ്ടിയാണ് ശരിക്കും കേന്ദ്ര നേതൃത്വം നോക്കുന്നത് തൃശ്ശൂരാണ്. അപ്പോൾ അതിന് അവരെ സാധിച്ചില്ലെങ്കിൽ അവരെ എന്ത് ചെയ്യും എന്നുള്ളതാണ് വേറൊരു ചോദ്യം.
പക്ഷെ അങ്ങനെ ഒരു ഇവിടെ വന്നവരാരും അങ്ങനെ വെറുതെ അവർ വിട്ടിട്ടൊന്നുമില്ല. ടീമിന്റെ പോലുള്ള ആൾക്കാരൊക്കെയാണ് ആവശ്യമില്ലാണ്ട് പുറത്തേക്ക് പോയത്. അൽഫോൻസ് കണ്ണന്താനം വന്നു, അബ്ദുള്ള കുട്ടി, ഇവരൊന്നും വെറുതെ വിട്ട് ഇവരാരും നല്ല പൊസിഷൻ തന്നെ കൊടുത്തിട്ടുള്ളൂ. ഇപ്പൊ അല്ലാണ്ടി വന്നിട്ടുണ്ട്. അതെ, കഴിഞ്ഞ ദിവസം ധനരാജിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു. BJP നല്ല ചെയ്യണം അതും പറയാം. KJP-യിൽ A ഗ്രൂപ്പ് I ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാവുമോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു പത്മജ വന്ന സമയത്ത്. കേരളത്തിലെ BJPക്ക് ഒരു നേതൃമാറ്റം ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങളും. BJPക്ക് വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും, അതായത് നരേന്ദ്രമോദി എന്ന് പറയുന്നതോ കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുന്നവർക്കോ കേരളത്തിലെ BJPയോട് വലിയ താല്പര്യമൊന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അനിൽ ആന്റണി വന്നപ്പോ അത് A ഗ്രൂപ്പായി, പത്മജ വന്നപ്പോ I ഗ്രൂപ്പായി. അതെ, അതാണ് ഉദ്ദേശിച്ചത്. തൃശ്ശൂരിൽ ആര് ജയിക്കും, തൃശ്ശൂരിൽ ഇനി എന്തൊക്കെ നടക്കും, കാത്തിരുന്ന് കാണേണ്ട സംഗതികളാണ്. മറ്റു വിഷയവുമായി വീണ്ടും ചേരാം. നന്ദി, നമസ്കാരം.